അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹുറൂഫുൽ മദ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. ഇനി കുറച്ച് ദിവസം ഈ ഒരു പുതിയ ചാപ്റ്റർ ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇവന്റെ പേര് ഹുറൂഫുൽ ലീൻ എന്നാണ്. ലീനിന്റെ അക്ഷരങ്ങൾ എന്നാണ് ഇവന്റെ പേര് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഹുറൂഫുൽ ലീൻ, ലീനിന്റെ അക്ഷരങ്ങൾ രണ്ടെണ്ണമാണ്. ലീനിന്റെ അക്ഷരങ്ങൾ എത്ര എണ്ണമാണ്? രണ്ടെണ്ണമാണ്. വാവ് യ. എത്രമാണ്? വാവ് യ. ഈ രണ്ടക്ഷരങ്ങളെ വെച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു അടയാളം? സുക്കൂനുള്ള വാവും സുക്കൂനുള്ള യായും ആയിരിക്കും ഉണ്ടാകുക. അതിനു മുൻപ് ഫത്ഹാണ്, ഇവനിക്ക് മുമ്പും ഫത്ഹാണ്. അതായത് സുക്കൂനുള്ള വാവിനും യാഇനും മുൻപ് ഫത്ഹ ഉണ്ടാവുക എന്നുള്ളതാണ് ലീനിന്റെ അക്ഷരങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള അടയാളം എന്ന് പറയുന്നത്. ലീനിന്റെ അക്ഷരങ്ങൾ നമ്മൾ മദ്ദിന്റെ അക്ഷരങ്ങൾ പോലെ നീട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. നീട്ടാൻ പാടില്ല, നീട്ടാനേ പാടില്ല. മയമായ ശബ്ദത്തിൽ വേഗത്തിൽ ഉച്ചരിക്കണം. അതെങ്ങനെയാണ്? മയമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട്, നമ്മൾ അധികം മണിക്കുകയോ അധികം കട്ടി കൂട്ടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. 29 അക്ഷരങ്ങൾക്കും ലീനിന്റെ വാവ് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദ് അൽ റുഹാനി. അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾക്കും ലീനിന്റെ വാവ് വരുമ്പോൾ എങ്ങനെ വായിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ലീനിന്റെ വാവാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടയാളവും ഞാൻ പറഞ്ഞു, സുക്കൂനുള്ള വാവിന് മുൻപ് ഫത്ഹ ഉണ്ടാവുക എന്നുള്ളതാണ് ലീനിന്റെ വാവിന്റെ അടയാളം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. മദ്ദിനും ഈ പറയുന്ന പോലെ തന്നെ വാവുണ്ട്, അതും സുക്കൂനുള്ള വാവ് തന്നെയാണ്, മാറിപ്പോരുത്. മദ്ദിന്റെ വാവ് സുക്കൂനുള്ള വാവിന് മുൻപ് ലൊമ്മാണ്. ലീനിൻ്റെത് വരുമ്പോൾ സുക്കൂനുള്ള വാവിന് മുൻപ് ഫത്ഹ ആയിരിക്കും. എന്തായിരിക്കും ഉണ്ടാവുക? ഫത്ഹ ആയിരിക്കും ഉണ്ടാകുക. അതേപോലെ തന്നെ മദ്ദിൽ നമ്മൾ നീട്ടിയതുപോലെ നീട്ടാൻ പാടില്ല, മണിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. മയമായ ശബ്ദത്തോടു കൂടി വേഗത്തിൽ ഉച്ചരിക്കണം. ഇതാണ് ലീനിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് മയമായ ശബ്ദം? ഔ. മനസ്സിലാവും? ഔ. നീട്ടല് വന്നു, മണിക്കല് വന്നു, ഇങ്ങനെ വായിക്കാൻ പാടില്ല. ഔ ഔ. ബൗ, തൗ, സൗ, ജൗ, ഹൗ, ഹൗ, ഇങ്ങനെ വേണം വായിക്കാനായിട്ട്. അപ്പൊ ഞാനിതിന്റെ ഹിജ്ജ ചെയ്യുന്ന മോഡലും ഒന്ന് കാണിച്ചു തരാം. എല്ലാതെയും രണ്ട് രീതിയിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഏകദേശം കൂട്ടി വായിക്കാൻ പഠിച്ചു, ആ ഒരു ലെവലിലോട്ട് നിങ്ങളായി. ഇനി ഹിജ്ജ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹിജ്ജ ചെയ്യാതെ ഞാൻ ആദ്യം ഒന്ന് വായിച്ചു തരാം, എന്നിട്ട് ഞാൻ ഹിജ്ജ ചെയ്തും വായിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത്, രണ്ട് രീതിയിലുള്ള ഓഡിയൻസ് ഉണ്ടാവില്ല. ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, ചിലപ്പോൾ എൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കാണുന്നവരുണ്ടാവും. നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് കാണണം എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഹിജ്ജ ചെയ്യാതെ വായിച്ചു തരാം. ഔ, ബൗ, തൗ, സൗ, ജൗ, ഹൗ, ഹൗ, ദൗ, ദൗ, റൗ, സൗ, സൗ, ഷൗ, സൗ, ലൗ, طو لو عو غو عو غو. ശ്രദ്ധിക്കണേ. ഫൗ, ഔ, കൗ, ലൗ, മൗ, നൗ, വൗ, ഹൗ, ഔ, യൗ. ഓക്കെ, ഇങ്ങനെയാണ് ഹിജ്ജ ചെയ്യാതെ വായിക്കുന്നത്. ഹിജ്ജ ചെയ്ത് വായിക്കുന്നത് നമുക്ക് നോക്കാം. ഹംസ വാവ് ഫത്ഹ് ഔ, ബാ വാവ് ഫത്ഹ് ബൗ, താ വാവ് ഫത്ഹ് തൗ, സാ വാവ് ഫത്ഹ് സൗ, ജീം വാവ് ഫത്ഹ് ജൗ, ഹാ വാവ് ഫത്ഹ് ഹൗ, ഖാ വാവ് ഫത്ഹ് ഖൗ. ഈ സുക്കൂനെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയില്ല കേട്ടോ, ഇവിടെയും പറയില്ല. ദാൽ വാവ് ഫത്ഹ് ദൗ, ദാൽ വാവ് ഫത്ഹ് ദൗ, റാ വാവ് ഫത്ഹ് റൗ, സാ വാവ് ഫത്ഹ് സൗ, സീൻ വാവ് ഫത്ഹ് സൗ, ഷീൻ വാവ് ഫത്ഹ് ഷൗ, സ്വാദ് വാവ് ഫത്ഹ് സൗ, ദ്വാദ് വാവ് ഫത്ഹ് ദൗ, ത്വാ വാവ് ഫത്ഹ് തൗ, ലാ വാവ് ഫത്ഹ് ലൗ, ഐൻ വാവ് ഫത്ഹ് ഔ, ഗൈൻ വാവ് ഫത്ഹ് ഗൗ, ഫാ വാവ് ഫത്ഹ് ഫൗ, ഖാഫ് വാവ് ഫത്ഹ് ഖൗ, കാഫ് വാവ് ഫത്ഹ് ഖൗ, ലാം വാവ് ഫത്ഹ് ലൗ, മീം വാവ് ഫത്ഹ് മൗ, നൂൻ വാവ് ഫത്ഹ് നൗ, വാവ് വാവ് ഫത്ഹ് വൗ, ഹ വാവ് ഫത്ഹ് ഹൗ, ഹംസ വാവ് ഫത്ഹ് ഔ, യാ വാവ് ഫത്ഹ് യൗ.
ഇത് തിരിച്ചു വായിക്കാം, നേരക്ക് വായിക്കാം, മറിച്ച് വായിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരിച്ചും മറിച്ചുമൊക്കെ വായിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾ പെർഫെക്റ്റ് ആവുള്ളൂ, നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ. വെറുതെ ഇരുന്ന് കണ്ടത് കൊണ്ടിട്ട് ഒരു പ്രയോജനമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അറിയാവുന്നവർ, നിങ്ങൾ ഇതേപോലെ തന്നെ മറ്റുള്ളവർ ഇൽമ് നേടണം, പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബാബുൽ ഇൽമിന്റെ ഇത് തജ്വീദിന്റെ ഒരു ബേസിക് സെക്ഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഹൈ ലെവൽ ഉണ്ട്, ഏറ്റവും ടോപ്പ് ലെവൽ ഉണ്ട്. ആ ലെവൽ എല്ലാം തന്നെ പഠിക്കുന്ന ബാബുൽ ഇൽമിന്റെ 6 മന്ത് തജ്വീദിന്റെ കോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ലീനിന്റെ വാവ് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. सफर